ഗുജറാത്തിൽ നിന്ന് സ്വന്തം ജോലിയും ജീവിതവും ഉപേക്ഷിച്ച് സംവിധായകൻ ലോഹിതദാസനെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഉണ്ണിമുകുന്ദൻ യാദൃച്ഛികമായി ഉണ്ടായ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞെട്ടി ജീവിതം ത്രിസംഗ സ്വർഗത്തിൽ അകപ്പെട്ട ഉണ്ണിമുകുന്ദൻ എന്ന യുവാവിൻ്റെ ധർമ്മസങ്കടത്തിൽ നിന്നും തുടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം. 2002 മലയാളം സിനിമയായ നന്ദനത്തിൻ്റെ തമിഴ് റീമേക്കായ സീതൻ എന്ന ചിത്രത്തിലൂടെയാണ് ഉണ്ണിമുകുന്ദൻ്റെ സിനിമാ പ്രവേശനം. പിന്നീട് റിലീസായ ബോംബെ മാർച്ച് 12 എന്ന മമ്മൂട്ടി സിനിമയിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് നിരവധി അവാർഡുകൾ ഉണ്ണിക്ക് ലഭിച്ചു. തുടർന്ന് ബാങ്കോക്ക് സമ്മർ, തത്സമയ ഒരു പെൺകുട്ടി എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച ഉണ്ണിമുകുന്ദൻ 2012 റിലീസായ മല്ലു സിംഗ് എന്ന സിനിമയിൽ നായകനായി. മല്ലു സിംഗിൻ്റെ വലിയ വിജയം ഒരുപിടി സിനിമകളിൽ നായകവേഷം ചെയ്യാൻ ഉണ്ണിമുകുന്ദൻ അവസരമൊരുക്കി. പിന്നീട് ലാൽ ജോസ് സംവിധാനം ചെയ്ത വിക്രമാദിത്യൻ എന്ന സിനിമയിൽ ദുൽഖറിനൊപ്പം നായകനായി വേഷമിട്ടു. വിക്രമാദിത്യൻ സിനിമ വിജയിച്ചതിനെ തുടർന്ന് ഉണ്ണിയുടെ അഭിനയം നിരൂപക പ്രശംസ നേടി. മമ്മൂട്ടിയുടെ മാസ്റ്റർ പീസ് എന്ന സിനിമ വിജയിച്ചില്ലെങ്കിലും അതിലെ വില്ലൻ വേഷമായ ACP ജോൺ തെക്കൻ IPS ശ്രദ്ധിക്കപ്പെട്ടു. ആ വർഷം തന്നെ ക്ലിൻറ്റ് എന്ന സിനിമയിൽ ക്ലിൻറ്റിൻ്റെ അച്ഛൻ വേഷമാണ് ഉണ്ണിമുകുന്ദൻ ചെയ്തത്. ഈ കഥാപാത്രത്തിന് മികച്ച നടനുള്ള രാമു കാര്യാട്ട് അവാർഡ് ഉണ്ണിക്ക് ലഭിച്ചു. തെലുങ്ക് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം ജനതാ ഗാരേജ് എന്ന ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്തുകൊണ്ടായിരുന്നു. പിന്നീട് വന്ന ഭാഗ്നമതി എന്ന സിനിമയിൽ അനുഷ്ക ഷെട്ടിയുടെ നായകനായും അഭിനയിച്ചു. മമ്മൂട്ടിയോട് അഭിനയിച്ച മാമാങ്ക ഉണ്ണിയുടെ അഭിനയത്തിൻ്റെ കുറേ നല്ല മുഹൂർത്തങ്ങൾ പ്രേക്ഷകർ സമ്മാനിച്ചു. പിന്നീട് വന്ന മാളികപ്പുറം എന്ന സിനിമ വിജയിക്കുകയും നല്ല പ്രേക്ഷകാഭിപ്രായം നേടുകയുമുണ്ടായി. ഉണ്ണിയുടെ വിജയിച്ച സിനിമകളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഉണ്ണിക്ക് ആക്ഷൻ പടങ്ങൾ നല്ലവണ്ണം ചേരുകയും അത് അയാൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന് അയാളുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട്. മോഹൻലാൽ പടങ്ങൾ കണ്ടാണ് തനിക്ക് ആക്ഷൻ പടങ്ങളോട് ഇഷ്ടം തോന്നി തുടങ്ങിയതെന്ന് ഉണ്ണി ഒരിക്കൽ പ്രതികരിച്ചിരുന്നു. ഒരു ആക്ഷൻ സ്റ്റാർ ആയി തന്നെയാണ് ഉണ്ണിമുകുന്ദൻ അറിയപ്പെട്ടിരുന്നത്. മല്ലു സിംഗ് മുതൽ അത്തരമൊരു രീതിയിലാണ് ഉണ്ണി അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴിതാ മാർക്കോ എന്ന ചിത്രത്തിലൂടെ വമ്പൻ തിരിച്ചു വരവ് തന്നെയാണ് ഉണ്ണി നടത്തിയിരിക്കുന്നത്. മലയാള സിനിമയിലെ അടുത്ത സൂപ്പർ സ്റ്റാറായി ഉണ്ണിമുകുന്ദൻ മാറുവാനുള്ള ഒരു തുടക്കം തന്നെയാണ് മാർക്കോ എന്ന ചിത്രം അടിവരയിടുന്നത്. അതേസമയം മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വയലൻസ് ഉള്ള ചിത്രവും മാർക്കോ തന്നെയാണ് എന്നും പ്രേക്ഷകർ വിലയിരുത്തുന്നു. സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞ് തളർത്തിയ ഒരു നടനാണ് ഉണ്ണിമുകുന്ദൻ. അയാളുടെ എല്ലാ സിനിമകളെയും നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് അവർ തളർത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതിലൊന്നും ഉണ്ണി തളർന്നില്ല. അയാൾ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ മാർക്കോ എന്ന സിനിമയിലൂടെ ഒരു സൂപ്പർ സ്റ്റാറായി ഉദിച്ചുയർന്ന കാഴ്ച മനോഹരം തന്നെയാണ്. ഉണ്ണിമുകുന്ദൻ്റെ കരിയർ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ചിത്രമാണ് മാർക്കോ എന്നും ഈ ചിത്രത്തിലൂടെ ഉണ്ണിമുകുന്ദൻ ഒരു മാസ് ഹീറോ ആയി മലയാള സിനിമയിലെ യാഷായി മാറിയെന്നുമാണ് പലരും പറയുന്നത്. മാർക്കോ എന്ന ഈ ആക്ഷൻ സിനിമ ഒരുക്കിയ സംവിധായകൻ ഹനീഫ് അദേനിയുടെ കൈയടക്കം എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. ശരീരഘടനയിലും ആക്ഷനിലും കഥാപാത്രമായി ജീവിച്ച ഉണ്ണിമുകുന്ദൻ്റെ പ്രകടനം അത്യുജ്വലം തന്നെയാണ്. ഹനീഫ് അദേനിക്കും നാളെയുടെ സൂപ്പർ സ്റ്റാറായ ഉണ്ണിമുകുന്ദനും GPS മീഡിയയുടെ അഭിനന്ദനങ്ങൾ.